നമസ്കാരം. കേരളത്തിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ LDFന് കനത്ത തോൽവിയായിരുന്നു. അതിനുശേഷം പാർലമെൻറ്റിൽ എന്തു പറയും എന്നതിനെപ്പറ്റി അവരുടെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ഒരു 2-3 ദിവസം കഠിനമായിട്ട് ഹോംവർക്കൊക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് പാർലമെൻറ്റിൽ പോയി കത്തി അങ്ങ് കയറി. സാധാരണ അയാൾ ഇംഗ്ലീഷിലൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. പക്ഷേ അതിനൊരു ഫ്ലോ കിട്ടാത്തതുകൊണ്ട് ഇത്തവണ മാതൃഭാഷയിലായിരുന്നു തകർത്ത് വാരിയത്. സംഗതിയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇയാൾ ഈ കഷ്ടപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേവലം സെക്കൻഡുകൾ മാത്രം എടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരെ തകർത്ത് കളഞ്ഞ ഒരു കാഴ്ച കൂടിയുണ്ട്. ഇത് രണ്ടും കൂടെ കണ്ടാലേ ഇയാളൊക്കെ എത്ര തോൽവിയാണ്, ഈ പാർട്ടി എന്താണ് എന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. ആദ്യം ബ്രിട്ടാസിൻ്റെ കത്തിക്കാളിലേക്ക് പോവാം. ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസും കൂടി ചേർന്ന് അവരുടെ RSSനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. സർ, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായി, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അക്കാര്യത്തിൽ നിങ്ങൾക്കിടയിലുള്ള ഈ സംയുക്തമായ സന്തോഷമാണ് ഒരുപക്ഷെ കേരളത്തിലെ ജനതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെയാണോ സംയുക്ത സന്തോഷം ഉണ്ടായിട്ടുള്ളത് അപ്പോഴൊക്കെ ഈ രാജ്യം ദുരന്തത്തിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർ, ബാബറി മസ്ജിദ് തകർച്ച സമയത്ത് എന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് മസ്ജിദിന്റെ തകർച്ചയുടെ ക്രെഡിറ്റിന് വേണ്ടി നിങ്ങളും അവരും കൂടി പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇതാണല്ലോ യാഥാർത്ഥ്യം. Most important thing is that we need to have ideological clarity also. ജമ്മു കാശ്മീരില് ഞങ്ങളുടെ ധീരയോദ്ധാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയും ഇവരും കൂടി ഒരുമിച്ച് കൈകോർത്തു. അതിന്റെ മറ്റൊരു അധ്യായമാണ് ഇവർ എഴുതി ചേർക്കുന്നത്. ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അവസാന ശ്വാസം വരെയും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും. അതിനാരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയട്ടെ. സർ, ഐ ആം ടെല്ലിംഗ് യു, when the Congress leader relinquishes his post and give that Rajya Sabha term to a BJP member to make him a minister here, don't you think the mandate is in question? തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമന്ത്രിയും ഇവരുടെ പ്രവർത്തക സമിതി അംഗം കൂടി ഒരുമിച്ച് കൈയടിക്കുകയാണ് BJP ജയിച്ചു എന്ന്. കഴിഞ്ഞ ലോകസഭയെ അപേക്ഷിച്ച് 47,000 വോട്ടിന്റെ കുറവാണ് BJPക്ക് ഉണ്ടായത്. അതേസമയം ഇവർ രണ്ടുപേരും കൂടി കൈയടിച്ചുകൊണ്ട് പറയുകയാണ് അവിടെ BJP വലിയ വിജയം നേടിയത്. ഈ ഒത്തുകളിയെ തിരിച്ചറിയാനുള്ള ആർജവം ഞങ്ങളുടെ ജനങ്ങൾക്കുണ്ട്, ഇന്ന് ജനതയ്ക്കുണ്ട്. ഞങ്ങൾക്കുണ്ടായ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും. ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. പക്ഷെ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾ കളിക്കുന്ന തീക്കളിയാണ്. നിങ്ങളുടെ ഈ തീക്കളി കൊണ്ടാണ് ഇന്ത്യയിൽ ഈ വർഗീയതയുടെ രഥം ഉരുണ്ടത്. നിങ്ങൾ കാണിച്ച പിടിപ്പുകോട് കൊണ്ടാണ് ഇവർ ഭരണപക്ഷത്ത് നിൽക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിനുമേൽ ബുൾഡോസർ കയറാതിരിക്കുന്നതിന്റെ കാരണം ഇടതുപക്ഷം അവിടെ പടച്ചിട്ടയായിരിക്കുന്നതുകൊണ്ടാണ്. സർ, ഇവിടെ ബ്രിട്ടാസ് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത് BJP, കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമിനെ എല്ലാം കൂടെ കൂട്ടിക്കെട്ടാനാണ് ശ്രമിച്ചത്. പല രീതിയിൽ അവർ മാത്രമാണത്രേ തങ്കപ്പെട്ട പാർട്ടി എന്ന് വരുത്തി തീർക്കാനാണ് അവിടെ ശ്രമിച്ചത്. തോറ്റവനല്ലേ തോറ്റവൻ്റെ വേദന അറിയൂ എന്ന പോലെയാണ്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോവട്ടെ. ഇതിന് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നേരത്തെ തന്നെ കൊടുത്തിരുന്ന ഒരു മറുപടിയുണ്ട്. അത് ബ്രിട്ടാസിനും ബാധകമാണ്, ബ്രിട്ടാസിൻ്റെ വലിയ പുള്ളിക്കാരനായിട്ടുള്ള പിണറായിക്കും ബാധകമാണ്. അതിൽ ഈ കേരളത്തിൻ്റെ നേർ രാഷ്ട്രീയ ചിത്രം കൂടിയുണ്ട്. അതാണിതാ നിങ്ങൾ ഈ കാണുന്നത്. ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വരെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുടെ മധുരം നുണഞ്ഞ ആളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുടെ മധുരം നുണയാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടാത്ത ഏക പാർട്ടി, അല്ലെങ്കിൽ അവരുടെ മധുരം നുകരാത്ത ഏക പാർട്ടി BJP ആണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് തന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും ഏണിപ്പടിയാക്കി തങ്ങളുടെ കാര്യം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞത്. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം ഇവരോട് സന്ധി ചെയ്ത് കൂട്ടുകൂടുമ്പോൾ വലതുപക്ഷം ഇരുന്ന് പറയും ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദ പാർട്ടിയാണ്, അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് പറയും. അങ്ങനെ നിന്ന് കുറച്ച് വളർന്ന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ അവർ വിചാരിച്ചത് നടക്കാതെ വരുമ്പോൾ ഇടതുപക്ഷത്തു നിന്ന് തെറ്റി ജമാഅത്തെ ഇസ്ലാമിക്കാർ വലതുപക്ഷത്തിൻ്റെ കൂടെ പോകും. അങ്ങനെ വലതുപക്ഷത്തിൻ്റെ കൂടെ പോയപ്പോഴാണ് ഈ ജോൺ ബ്രിട്ടാസ് കിടന്ന് പറഞ്ഞ പോലുള്ള വാചകങ്ങൾ പുറത്തേക്ക് വന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അയാൾക്ക് ഈ അഭിപ്രായമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഈ തരാതരം പോലെ ഓരോ സമയത്തും ഈ ഓരോ കൂട്ടരുടെ കൂടെ നിൽക്കുന്നത്? കാരണം ഒറ്റയ്ക്ക് നിന്നാൽ അവരൊരു ശക്തിയല്ല എന്ന് അവർക്കറിയാം. അതിനാൽ
ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പ്രസ്ഥാനമായിട്ടുള്ള സാന്നിധ്യം ഇങ്ങനെ നിലനിർത്തി പോകണമെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണിയുടെ ഭാഗമായിട്ടിരിക്കണം ഏതെങ്കിലും ഒരാൾ. അതിനുവേണ്ടി അവരുടെ ആവശ്യമാണ് ഇടതിൻ്റെ കൂടെ ചേരുക അല്ലെങ്കിൽ വലതിൻ്റെ കൂടെ ചേരുക എന്നത്. പക്ഷേ ഇവർ വഴി കിട്ടുന്ന വോട്ട് മാത്രമാണ് ഇവറ്റകൾ നോക്കുന്നത്, താൽക്കാലികം. ഭാവി തലമുറയെപ്പറ്റിയോ വരും കാലത്തെപ്പറ്റിയും ഒന്നും ഇവർ ചിന്തിക്കുന്നില്ല. തൽക്കാലത്തേക്ക് ഒരു ഇലക്ഷനിൽ കിട്ടുന്ന വോട്ട് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇവരുമായിട്ട് കൂട്ടുകൂടും. ഇവർക്കിതെല്ലാം അറിയാം, ആവശ്യം കഴിഞ്ഞാൽ തങ്ങളെ ഇവർ ഓടിക്കുമെന്ന് അറിയാം. പക്ഷേ അപ്പോഴേക്കും അടുത്ത ആൾക്കാർ കൈനീട്ടി സ്വീകരിക്കുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് പതുക്കെ ഈ പാർട്ടിക്ക് വളർന്നു കയറാം. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ ആരാണ് വളർത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ വരുന്ന തലമുറയ്ക്ക് അപകടകരമായിട്ടുള്ള ഈ സംഗതിയെ ഇവിടെ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇവർ പ്രശ്നക്കാരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് തങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർ കുഴപ്പമില്ല, അപ്പോൾ മറ്റേ പാർട്ടി ആയിരിക്കും പറയുന്നത് ഇവർ പ്രശ്നമാണെന്ന്. ഇനി ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയാൽ അപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ കാലത്തും ഈ രണ്ട് മുന്നണിയിൽ ഏതെങ്കിലും ഒരു മുന്നണി ഇവർ തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ടും മാറി മാറി അവരെ കൂട്ടുപിടിക്കുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ പാർലമെൻറ്റിൽ പോയി പറയുന്നത് അവരും BJPയും കോൺഗ്രസും എല്ലാമാണ് ഇവിടെ പ്രശ്നം, ഞങ്ങളൊരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയോട് ഒരു രീതിയിലും സന്ധി ചെയ്യുന്നവരല്ല BJPക്കാർ, സംഘികൾ എന്നറിയാം. അവരുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നോട്ട് വരുന്നവരാണ് അവർ. പക്ഷേ ഇതൊന്നും ഇവറ്റകൾ ചെയ്യില്ല. പക്ഷേ പറയുന്നതോ നേരെ തിരിച്ചും. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇന്നത്തെ മലയാളിക്കുണ്ട് എന്ന് ഈ മുൻ മാധ്യമപ്രവർത്തകനായ ജോൺ പൊട്ടാസ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കേട്ടോ ബ്രിഡ്ജാസേ.